ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗമാണ് യേശുവിൻ്റെ കുരിശുമരണം. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നാം ദുഃഖവെള്ളി എന്ന് പറയുന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? യേശുവിനെ ക്രൂശിയേറ്റുന്നത് കണ്ടു നിൽക്കാനാവില്ല. എന്നാൽ ആ കുരിശുമരണത്തിലൂടെ അവിടുന്ന് നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. നമ്മൾ ചെയ്ത പാപങ്ങളാണ് യേശു ഏറ്റെടുത്ത് കുരിശുമരണം വഹിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവുമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായി ആചരിക്കേണ്ട തിരുനാളും ദുഃഖവെള്ളിയാണ്. അതെ, ജീവിതത്തിൻ്റെ താളം തെറ്റിയവരെയും ഒറ്റപ്പെട്ടു പോയവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചവരാണെങ്കിലും ഒരു കുടില് പോലും സ്വന്തമായി ഇല്ലായിരുന്നു യേശുവിനെ. പിറന്നത് പെരുവഴിയിൽ, കിടന്നത് കാലിത്തൊഴുത്തിൽ, അന്തിയുറങ്ങിയത് അമരത്ത് തലയണ വെച്ച്, മരിച്ചത് കുരിശിൻ്റെ വിരിമാറിൽ, അടക്കത്തിന് 6 അടിമണ്ണ് പോലും ഇല്ലായിരുന്നു. കടം വാങ്ങിയ കല്ലറ.